ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ആരതിയുടെ വീട്ടുകാരും ആരതിയെ പെണ്ണ് കാണാൻ വന്ന പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പയ്യൻ്റെ അമ്മ മുത്തശ്ശി പറയാണ്, ആരതിയെയും നമ്മുടെ മകനെയും ഒന്നിപ്പിക്കണം എന്ന് വിചാരിച്ച ഭഗവാൻ ഒരു തരത്തിലും അത് ഒഴിവാക്കില്ല. ഭഗവാൻ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മൾ ബന്ധുക്കളാവണമെന്ന് ഭഗവാന്റെ നിശ്ചയമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഞങ്ങളെ വീണ്ടും ഇവിടെ എത്തിച്ചത്. ആരതിയും മുത്തശ്ശിയും ചായയും പലഹാരവും റെഡിയാക്കുന്ന തിരക്കിലാണ്. ശരി മുത്തശ്ശി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞ് ആരതി ചായയുമായിട്ട് വരികയാണ്. വാസു പറയാണ്, വാ മോളെ, എല്ലാവർക്കും കോഫി കൊടുക്ക്, കോഫി എടുത്തോളൂ, അവർക്ക് കൊടുക്ക്, ഇവർക്ക് കൊടുക്ക് എന്നൊക്കെ വാസു പറയുന്നുണ്ട്. അതിനിടയിൽ പയ്യൻ്റെ അടുത്തെത്തിയപ്പോൾ പയ്യൻ കോഫി എടുക്കാതെ ആരതിയെ തന്നെ നോക്കുകയാണ്. ഒത്തിരി നേരം അവർ രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. ആരതി എല്ലാവർക്കും കോഫി കൊടുത്ത് അതിനുശേഷം അല്പം മാറി നിൽക്കുകയാണ്. പയ്യൻ അവളെ തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ട് അവൾ നാണത്തോടെ അകത്തേക്ക് പോവുകയാണ്. പയ്യൻ്റെ അച്ഛൻ പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ നിങ്ങൾക്കും സമ്മതമാണെന്ന് കരുതുന്നു. അത് കേട്ട് ആരതി ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, അതെ, ഞങ്ങൾക്കും പൂർണ്ണ സമ്മതമാണ്. പിന്നെ പയ്യൻ്റെ അച്ഛൻ പറയാണ്, അപ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിശ്ചയത്തിനുള്ള ദിവസം കുറിക്കാം. അപ്പോൾ വാസു പറയാണ്, പറഞ്ഞോളൂ പയ്യൻ, ഞങ്ങൾ എന്താ വേണ്ടത് എന്നുവെച്ചാൽ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് പണവും സ്വത്തും എല്ലാം ഉണ്ട്, എന്നാലും നിങ്ങളുടെ മകൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുമല്ലോ, അത് ചെയ്താൽ മാത്രം മതി. വാസു അത് കേട്ടിട്ട് എന്ന് പറയണം. എങ്ങനെയായാലും നിങ്ങളെ മോളെ നിങ്ങൾ വെറും കൈയോടെ ആക്കില്ലല്ലോ, കുറഞ്ഞത് ഒരു 200 പവൻ്റെ ആഭരണങ്ങളെങ്കിലും ഇടുമല്ലോ. അത് കേട്ട് വാസുവും ജാനകിയും പരസ്പരം നോക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 15 lakhs പണമായെങ്കിലും കൊടുക്കുമല്ലോ, അത് മതി ഞങ്ങൾക്ക്, പയ്യൻ്റെ അച്ഛൻ ഗൗരവത്തോടുകൂടി പറയാണ്. എന്നാൽ ഞങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് 200 പവനോ 250 പവനോ കൊടുത്താലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഈ പറഞ്ഞത് തന്നെ എങ്ങനെ കൊടുക്കും എന്നുള്ള ചിന്തയിലാണ് ജാനകി. ഇപ്പോൾ 50 ലക്ഷത്തിന് പകരം 1 കോടി കൊടുത്താലും സന്തോഷം. ഇതെല്ലാം നിങ്ങളുടെ മകൾക്കും മരുമകനും വേണ്ടി ചെയ്യുന്നതാണല്ലോ, അവർക്ക് എത്രമാത്രം അഭിമാനം നൽകാവോ അവർക്ക് അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. എന്നിട്ട് സ്വന്തം മകനോട് പറയാണ്, എന്താ മോനെ, നിനക്ക് സന്തോഷമായില്ലേ, നീ ആഗ്രഹിച്ച പെൺകുട്ടിയെ തന്നെ നിനക്ക് വിവാഹം കഴിക്കാം. ജോത്സ്യനോട് ഒരു ദിവസം ചോദിച്ചിട്ട് നിശ്ചയത്തിനുള്ള ദിവസം നമുക്ക് ഈ മാസം തന്നെ കുറിച്ചേക്കാം. നിശ്ചയത്തിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ പകുതി സെറ്റിൽ ചെയ്യാം. ഇതൊക്കെ കേട്ട് ആരതിയും പയ്യനും ചിരിക്കുകയാണ്. ജാനകിയും വാസുവും മുത്തശ്ശിയും ഒക്കെ പരസ്പരം നോക്കുകയാണ് ഇവരുടെ ഡിമാൻഡ് കണ്ടിട്ട്. എന്നിട്ട് പയ്യൻ്റെ അച്ഛൻ വീണ്ടും പറയാണ്, ബാക്കി പിന്നെ സെറ്റിൽ ചെയ്താൽ മതി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാൽ അങ്ങനെ ആവട്ടെ വാസു. പിന്നെ പയ്യൻ്റെ അച്ഛൻ പറയാണ്, ചെല്ല് മോനെ, ചെന്ന് ആരതിയോട് പോയിട്ട് വരാം എന്ന് പറ. ശരിയച്ച എന്ന് പറഞ്ഞ് അവൻ ആരതിയുടെ അടുത്തേക്ക് പോവാണ്. ആരതി, ഞങ്ങൾ ഇറങ്ങാം. അപ്പോൾ ആരതി അവനോട് പറയാണ്, താങ്ക്സ്. എന്തിന്? അല്ല, ആകാശിൻ്റെ അച്ഛനെയും അമ്മയെയും കൺവിൻസ് ചെയ്ത് വീണ്ടും എന്നെ പെണ്ണ് കാണാൻ വന്നതിന്. നിന്നെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ലക്ഷ്മി മലറിനെ മടിയിൽ വെച്ച് കിടത്തിയിട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ചന്ദ്രികയാണെങ്കിലോ, അച്ഛാ ഇതാ മരുന്ന് കഴിച്ചാട്ടെ എന്ന് പറഞ്ഞ് അച്ഛന് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അത് കേട്ട് അച്ഛൻ മരുന്നല്ല നോക്കുന്നത്, ചന്ദ്രികയാണ് നോക്കുന്നത്. ആ വിളി കേട്ടിട്ട് നല്ല സന്തോഷമായി അദ്ദേഹത്തിന്. ലക്ഷ്മിയും സന്തോഷത്തോടെ അവളെ നോക്കുകയാണ്, ചന്ദ്രികയെ. ആ വിളിയുടെ ഒരു സുഖം കേട്ടിട്ട് അച്ഛനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സന്തോഷത്തോടെ സങ്കടത്തോടെ കൂടിയിട്ട് മഹേന്ദ്രൻ സാറ് പറയാണ്, ഈശ്വര, ഇപ്പോഴാ എൻ്റെ ചന്ദ്രിക മോൾ എന്നെ അച്ഛ എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചത്. ഇത് മതി ചന്ദ്രിക, ഇത് മാത്രം മതി, എനിക്ക് മരുന്നൊന്നും വേണ്ട. ഇത് കേട്ട് ലക്ഷ്മി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഇതിനൊക്കെ ഇത്രയും സന്തോഷിക്കാനുണ്ടോ അച്ഛാ? ഞാൻ സാറേ എന്ന് വിളിച്ച സമയത്തും എൻ്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും അച്ഛനമ്മമാരായിരുന്നു. അത് ശരിയായിട്ടാ, ചന്ദ്രിക എപ്പോഴും നമ്മളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ തന്നെയാണ് കണ്ടത്. ശരി, ഇതാ ഈ മരുന്ന് കഴിച്ചേ അച്ഛാ. പെട്ടെന്ന് തന്നെ മരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ പാലെടുത്തിട്ട് ആറ്റിയിട്ട് അച്ഛന് കൊടുക്കുകയാണ്. അച്ഛാ, ഇനി ഈ പാല് കൂടെ കുടിക്കണം. എനിക്കെന്തിനാ പാല്? മലർക്കുട്ടി, ഇങ്ങ് വാ മോള്, ഈ പാല് കുടിക്ക്. ഇല്ലില്ല, അച്ഛൻ ഈ പാല് കുടിക്ക്. നീ ഒന്ന് വെറുതെ ഇരിക്കും ചന്ദ്രികയെ, അതിങ്ങ് തന്നേ. മലർ, മോളിങ്ങ് വന്നേ. മലർ വന്നിട്ട് പറയാണ് ചന്ദ്രികയെ പോലെ തന്നെ, മുത്തശ്ശൻ കുടിച്ചാൽ മതി, അല്ല മോള് കുടിക്ക്. അവൾ അത് കേട്ട് അമ്മയെ നോക്കുകയാണ്. അമ്മ പറഞ്ഞു, മോള് കുടിച്ചോ.
ഇനി നമുക്ക് ഉറങ്ങിയാലോ? ആ. അത് കഴിഞ്ഞ് ചന്ദ്രികയും ലക്ഷ്മിയും പാവിരിക്കുകയാണ്. പായ വിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രിക ചോദിക്കുകയാണ്, അമ്മേ, നിങ്ങൾ ബെഡിലൊക്കെ കിടന്ന് ശീലിച്ചവരാ. വെറും പായയിൽ കിടന്നാൽ ഉറക്കം വരുമെന്നറിയില്ല. അത് കേട്ട് ലക്ഷ്മി പറയാണ്, ഞങ്ങളും ഒരു കാലത്ത് തറയിൽ തന്നെയാണ് കിടന്നത്. നീ ചുമ്മാതിരിക്ക് ചന്ദ്രികയെ, അതൊന്നും സാരമില്ല. മലർ വന്നേ, വാ, വന്ന് കിടക്ക്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഇടയിൽ കയറി മലർ കിടക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, മലർ, നീ വന്ന് അമ്മയുടെ അടുത്ത് കിടക്കടാ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും വെറുതെ ശല്യം ചെയ്യല്ലേ, വാ. എൻ്റെ കൊച്ചുമോള് എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ശല്യമായിട്ടാണോ തോന്നുന്നത്? അതിന് ഞാൻ ഭാഗ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ലക്ഷ്മി ചിരിക്കുകയാണ്. മലർ, മുത്തശ്ശിയുടെ കൂടെ കിടക്കാം കേട്ടോ, വാ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കട്ടിൽ കിടക്കാനോ? ഞാനും എൻ്റെ ചെറുമകളുടെ കൂടെ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞ് മുത്തശ്ശനും അതുപോലെ തന്നെ ചെറുമകളുടെ അടുത്ത് ഇറങ്ങി കിടക്കുകയാണ്. മലർക്കുട്ടി എന്ന് വിളിച്ച് മലർക്കുട്ടിയുടെ അടുത്ത് മുത്തശ്ശനും കിടക്കുകയാണ്. രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിന്ന് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് മലറിനെ. അതിനടുത്ത് തന്നെ ഒരു പായയും തലയണയും എടുത്ത് ചന്ദ്രികയും കിടക്കുകയാണ്. ചന്ദ്രിക സന്തോഷത്തോടെ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, മലർ സത്യമായും ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. മലർ കുറേ സമയം മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അത് കഴിഞ്ഞ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ കണ്ട് ചന്ദ്രിക സന്തോഷിക്കുകയാണ്. അതിനിടയ്ക്ക് മാലതി മുത്തശ്ശി പോയി അവിടത്തേക്കുള്ള ബ്രേക്കർ ഓഫ് ചെയ്തു. അപ്പോഴേക്കും കറണ്ടും പോയി. ചന്ദ്രിക ഒന്നും അറിയാതെ അകത്തുനിന്ന് പറയാണ്, അയ്യോ, കറണ്ട് പോയല്ലോ, എപ്പോൾ വരും എന്നറിയില്ലല്ലോ. ചന്ദ്രിക എണീറ്റ് പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിച്ച് വെച്ചു. എന്നിട്ട് അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കുകയാണ്. രണ്ടുപേരും കൊതുകടിയൊക്കെ കൊണ്ട് വിഷമിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുന്നത്, AC ഒക്കെ ഇട്ട് ബെഡിൽ കിടന്നിരുന്നവരാ, ഇവിടെ വന്ന് കൊതുകടി കൊണ്ട് കഷ്ടപ്പെടുന്നു. എന്താ ഇപ്പം ചെയ്യുക? ചന്ദ്രിക പെട്ടെന്ന് തന്നെ കൊതുക് വലയെടുത്ത് 3 പേർക്കുമായിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് അവൾ സമാധാനത്തോടെ അവളുടെ പായയിൽ കിടക്കുകയാണ്. അപ്പോഴാണ് മഹേന്ദ്രൻ സാറ് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അത് കണ്ട് വീണ്ടും സങ്കടമായിട്ട് ചന്ദ്രിക എണീക്കുകയാണ്. ഫാനിൻ്റെ കാറ്റ് പോലും ഇല്ലാതെ അമ്മയും അച്ഛനും വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഇപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ചന്ദ്രിക അവിടെ നിന്ന് എണീറ്റ് ചന്ദ്രികയും കൊതുക് വലൻ്റെ അകത്ത് കയറിയിട്ട് ഒരു വിശറി എടുത്തിട്ട് വീശി കൊടുക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും. എത്ര നന്നായി ജീവിച്ചവരാ. കഷ്ടകാലം, എൻ്റെ കഷ്ടകാലം ഇവരെയും പിടികൂടിയെന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് പുറത്തു നിന്നും വാച്ച്മാൻ ടോർച്ചടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. അപ്പോൾ അയാൾ പറയാണ്, ചന്ദ്രികയുടെ വീടിനകത്ത് അടുത്ത് ആരോ നിൽക്കുന്നത് പോലെയുണ്ടല്ലോ. മാലതി മുത്തശ്ശി അവനെ കണ്ട് മാറി നിൽക്കുകയാണ്. ആരാ അത്? പെട്ടെന്ന് തന്നെ അയാൾ ചോദിക്കുകയാണ്, ആരാത്? ഓ, വാച്ച്മാൻ കണ്ടെന്ന് തോന്നുന്നു. വാച്ച്മാൻ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ആരാ? ചോദിച്ചത് കേട്ടില്ലേ? മേഡം, ഈ സമയത്ത് നിങ്ങളെന്താ മേഡം ഇവിടെ? മാലതി മുത്തശ്ശി പറയാണ് അയാളോട്, ശബ്ദം ഉണ്ടാക്കല്ലേ. മേഡം, ചന്ദ്രികയുടെ വീടിൻ്റെ ഫീസ് എന്തിനാ ഊരിയത്? നോക്ക്, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ. അതല്ല മേഡം, ചന്ദ്രികയുടെ വീട്ടിൽ മേഡവും സാറും കിടന്ന് ഉറങ്ങുകയല്ലേ. കറണ്ടില്ലാതെ അവർ ഭയങ്കര കഷ്ടപ്പെടുകയായിരിക്കും. സാറും മേഡവും കഷ്ടപ്പെടുന്നത് പോട്ടെ, നിനക്കിവിടെ ജോലി വേണോ വേണ്ടയോ? അയ്യോ, എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നേ? നോക്ക്, ഞാൻ ഫ്യൂസ് ഊരിയെടുത്ത കാര്യം പുറത്തറിഞ്ഞാൽ പിന്നെ നിനക്കിവിടെ ജോലി ഉണ്ടാവില്ല. മേഘയോട് പറഞ്ഞ് നിന്നെ നാളെ തന്നെ ജോലിയിൽ നിന്നും പുറത്താക്കും. അയ്യോ, എനിക്കൊരു കുടുംബമുള്ളതാ, അവരെ പട്ടിണിയാക്കരുത് മേഡം. അങ്ങനെയാണെങ്കിൽ നീ ഇതിനെക്കുറിച്ച് പുറത്ത് പറയാനേ പാടില്ല. പുറത്തുള്ളവരുടെ ഇടയിൽ എനിക്കെന്ത് കാര്യം മേഡം? ഞാൻ ഈ കാര്യം ആരോടും പറയില്ല. ആ പേടി വേണം. പോയി നീ നിൻ്റെ ജോലി നോക്ക്. ശരി മേഡം. എൻ്റെ ചെറുമകളോട് വീട് വിട്ട് പോകാൻ പറഞ്ഞില്ലേ? എല്ലാവരും കൊതുകടി കൊണ്ട് തന്നെ കിടക്കട്ടെ. പിന്നെ ലക്ഷ്മിയാണ് ഫസ്റ്റ് ഉറക്കം ഉണർന്നത്. അപ്പോൾ ഉറക്കം ഉണർന്നപ്പോൾ തന്നെ കാണുന്നത് കൊതുക് വലക്കകത്ത് കിടക്കുന്നതാണ്. അതിനുശേഷം വിശറിയുമായിട്ട് ഇരിക്കുന്ന ചന്ദ്രികയാണ് അടുത്തുള്ളത്. അപ്പോൾ തന്നെ ലക്ഷ്മി പെട്ടെന്ന് എണീറ്റ് പറയാണ്, ചന്ദ്രികെ, എന്ത് പറ്റി ചന്ദ്രികെ? അമ്മേ ഉറങ്ങാതെ വീശിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിൽ കറണ്ട് കട്ടായ അമ്മേ. ഒട്ടും കാറ്റില്ലായിരുന്നു, നല്ല കൊതുകും ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും ഉറങ്ങാൻ കഴിയാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ വീശിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ അടുത്തിരുന്ന് വീശിക്കൊണ്ടിരുന്നോ? എന്തിനാ മോളെ ഇതൊക്കെ ചെയ്തത്? ഞാനൊരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ എന്താ അമ്മേ? നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിയില്ലേ, അത് മതി എനിക്ക്. എന്താ ചന്ദ്രിക ഇത്? ചന്ദ്രികയുടെ കൈപിടിച്ച് ലക്ഷ്മി ചോദിക്കുകയാണ്. അതിന് മറുപടിയായി ചന്ദ്രിക സന്തോഷത്തോടെ ചിരിക്കുകയാണ്. രണ്ടുപേരും അതിനകത്തുനിന്ന് എണീറ്റ്. അപ്പം തന്നെ മഹേന്ദ്രൻ സാറും എണീക്കാണ്. മഹേന്ദ്രൻ സാർ എണീറ്റ് ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ ലക്ഷ്മി, രാത്രിയിൽ കറണ്ട് കട്ടായി. നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടും എന്ന് കരുതി വെളുക്കുന്നത് വരെ നമ്മൾക്ക് വീശിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ചന്ദ്രിക.
ചന്ദ്രികെ, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് എന്തിനാ മോളെ നീ ഇത്രയധികം ബുദ്ധിമുട്ടുന്നത്? അത് ഞങ്ങളെ സങ്കടപ്പെടുത്തുകയുള്ളൂ മോളെ. അതേ ചന്ദ്രികെ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോളെ. എന്താ അമ്മേ ഇങ്ങനെ പറയുന്നത്? ഞാൻ ആരും ഇല്ലാത്തവളാണെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവം നീ ആരും ഇല്ലാത്തവളല്ല, നിനക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്ന് അറിയിച്ച് നിങ്ങളെ രണ്ടാളെയും എൻ്റെ അടുത്ത് തന്നെ ദൈവം എത്തിച്ചു. ആ നിങ്ങളെ രണ്ടാളെയും നന്നായി നോക്കുന്നതല്ലാതെ മറ്റെന്താണ് അമ്മേ എനിക്കുള്ളത്? ആ ശരി, നിൽക്കമ്മേ, ഞാൻ പോയി രണ്ടാൾക്കും കട്ടൻ കാപ്പി കൊണ്ടുവരാം. ആ ശരി ചന്ദ്രികെ. ചന്ദ്രിക കാപ്പി ഉണ്ടാക്കാൻ പോയ സമയത്ത് മഹേന്ദ്ര സാറ് ലക്ഷ്മിയോട് പറയാണ്, കണ്ടില്ലേ ലക്ഷ്മി, നമുക്ക് കൊതുകടി കൊള്ളാതിരിക്കാൻ കൊതുക് വല ഇട്ട് തന്നു. കറണ്ടില്ലാത്തതുകൊണ്ട് രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതിരുന്ന് നമ്മൾക്ക് വീശി തന്നു. ഇതുപോലൊരു കുഞ്ഞിനെ കിട്ടാൻ നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്യണം ലക്ഷ്മി. അത് കേട്ട് ലക്ഷ്മിയും പറയാണ്, അതേ ഏട്ടാ. അത് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ചന്ദ്രിക കോഫിയുമായിട്ട് വരുന്നത് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ അടുത്തതായി കാണിക്കുന്നത് ലക്ഷ്മി ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എവിടേക്കാ ചന്ദ്രികയെ പോകുന്നേ? അടുത്തുള്ള കട വരെ പോവുകയാണമ്മേ. പച്ചക്കറി വാങ്ങാൻ പോവുകയാണോ? അല്ലമ്മേ, അമ്മയ്ക്കും അച്ഛനും ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വരാം ഞാൻ. ചന്ദ്രികയെ, എന്തിനാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നത്? മഹേന്ദ്രൻ സാർ അവളോട് ചോദിക്കുകയാണ്. വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല അച്ഛാ, വീട്ടിൽ പഴഞ്ചോറ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെങ്ങനെ കഴിക്കുക? ഞങ്ങൾക്കും ആ പഴഞ്ചോറ് തന്നെ മതി, ഞങ്ങൾ സന്തോഷത്തോടെ കഴിച്ചോളാം. പിന്നെ എല്ലാവരും സന്തോഷത്തോടെ ആ പഴഞ്ചോറ് തന്നെ കഴിക്കുകയാണ്. ചന്ദ്രിക വിഷമത്തോടെ പറയാണ്, ആ കഴിക്കണം. അച്ഛനും അമ്മയും ആ പഴഞ്ചോറ് കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.